ഹായ്, സൈലം ടീച്ചിങ് എക്സാംസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ കുറേ ഗ്രാമർ പോർഷൻസിനെ കണ്ടിരുന്നു അല്ലേ? ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ പരുവത്തിൽ നിങ്ങൾക്ക് കുറേ ടിപ്സ്, അതേപോലെ തന്നെ ഗ്രാമറിൻ്റെ കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ റൂൾസിനെ എല്ലാം നമ്മൾ റൂൾസ് പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അതിനെ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം എപ്പോഴും കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച പോർഷൻസിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളോട് പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള, പല എക്സാംസിനായിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്, നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഇവയിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് കാണാം. ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ പോലെയാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ്. റിസപ്ഷനിസ്റ്റ്, ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ, പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ടുഡേ ഇറ്റ്സെൽഫ്. ഇത് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുവാണ്. ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ, പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ടുഡേ ഇറ്റ്സെൽഫ്. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്സ് റെസ്പെക്റ്റീവ്ലി. എന്താണ് ആ തന്നിരിക്കുന്ന, ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം? അവിടെ നമ്മൾ രണ്ട് വേർഡ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ വേർഡ് ആ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഒരു വേർഡും കൂടി എഴുതിയിട്ടുണ്ട്, റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഓർഡർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ആദ്യം ഉപയോഗിച്ചതിനെ തന്നെ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അതിനാണ് അവരവിടെ റെസ്പെക്റ്റീവ്ലി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് കാണുമ്പോഴേ അറിയാം RESUME, റെസ്യൂം എന്നുള്ള ഒരൊറ്റ വേർഡ് തന്നെയാണല്ലേ നമ്മൾ രണ്ട് ഭാഗത്തും അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും രണ്ട് രീതിയിലായിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന റെസ്യൂം നൗൺ ആയിട്ടും രണ്ടാമത് തന്നിരിക്കുന്ന റെസ്യൂം അഡ്ജക്റ്റീവുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നിരിക്കുന്ന വേർഡ് നൗൺ ആയിട്ടും രണ്ടാമത് തന്നിരിക്കുന്നതിനെ നമ്മൾ വെർബായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ റെസ്യൂം അഡ്ജക്റ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ റെസ്യൂം നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അവസാനം നമുക്ക് ഇതൊന്നുമല്ല, വേറെയാണ് ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ. ഇന്റർവ്യൂസ് മൺഡേയിലേക്ക് റെസ്യൂം ചെയ്തിട്ടുണ്ട്. റെസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക. അവ മാറ്റിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അന്നത്തേക്ക് നമ്മൾ അതിനെ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്കെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ റെസ്യൂമിനെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെർബായിട്ടാണ്. ഇനി പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ടുഡേ ഇറ്റ്സെൽഫ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ റെസ്യൂമിന്റെ ഒരു കോപ്പി കൊണ്ടുവരിക. ഇവിടെ റെസ്യൂമിന്റെ കോപ്പി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ടാമത്തെ റെസ്യൂം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നൗൺ ആയിട്ടാണ്. അപ്പൊ നമ്മളുടെ ഓർഡർ വേണ്ടത് വെർബ് ആൻഡ് നൗൺ എന്നുള്ള ഓർഡർ ആണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ റെസ്യൂം ഇവിടെ വെർബായിട്ടും രണ്ടാമത്തെ റെസ്യൂമെ നൗണുമായിട്ടാണ്. അപ്പൊ നമുക്കിവിടെ ഏത് ഓർഡർ വേണം? വെർബ് ആൻഡ് നൗൺ എന്നുള്ള ഓർഡർ വേണം അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ നൺ ഓഫ് ദീസ് എന്നുള്ളതാണ്. ഒരിക്കലും നൗൺ ആൻഡ് വെർബ് എന്ന് എഴുതി വെക്കരുത്. നൗണും വെർബും ഉണ്ടല്ലോ, അപ്പൊ അതെടുക്കാമല്ലോ എന്ന്. ഇവിടെ ആരെ തന്നിട്ടുണ്ട്? റെസ്പെക്റ്റീവ്ലി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗിവൺ എ ചാലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. The students of our school dash given a challenging task yesterday. Where, was, have been, none of this. ഇതാണ് നമ്മളുടെ ഓപ്ഷൻസ്.
സോ ഇവിടെ നമുക്കറിയാം കോൺകോഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള റൂളാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്താണ് കോൺകോഡിന്റെ എഗ്രിമെന്റ്? നമുക്കറിയാം തന്നിരിക്കുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും സിംഗുലാർ ആയിരിക്കണം. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഈ ഒരു എഗ്രിമെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസ്. അപ്പൊ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, അത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബും ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം അല്ലേ? അങ്ങനെ പ്ലൂറൽ ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ഈ വാസ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം വാസ് സിംഗുലാർ ആണ്. ഇനി വേർ ഗിവൺ എന്നാണോ വേണ്ടത്? ഹാവ് ബീൻ ഗിവൺ എന്നാണോ വേണ്ടത്? ഏതാണ് നമുക്ക് ഇവിടെ വേണ്ടത്? ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ were given a challenging task yesterday. So were given എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. They were given a challenging task yesterday. The students of our school were given a challenging task yesterday. Okay. അടുത്തത് had he been inoculated, effect of the disease dash milder on him. Had he been inoculated, effect of the disease dash milder on him. Had been എന്നാണോ, will have been എന്നാണോ, would have been എന്നാണോ, അതോ ഇവിടെയും none of these ആണോ? ഏതാണ് വേണ്ടത്? സോ നമുക്കറിയാം ഹാർഡ് കൊണ്ടാണ് നമുക്ക് ഈ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് അല്ലേ? ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഇഫ് ചേർന്ന് വരുന്ന കണ്ടീഷണൽ സെന്റൻസുകളിൽ നമുക്ക് ടൈപ്പ് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് 3 നമുക്കറിയാം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസിൽ ഇഫ് ക്ലോസിന്റെ ഭാഗത്ത് ഹാർഡിന്റെ കൂടെ V3 എന്നോ അല്ലെങ്കിൽ ഹാർഡിന്റെ കൂടെ ബീൻ എന്നോ ചേർന്ന് വന്നാൽ അത് ടൈപ്പ് 3 ആണ്. അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ വുഡ് ഹാവ് V3 എന്നാണ് മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇഫ് ഇല്ല എങ്കിലും ഹാർഡ് കൊണ്ട് ആദ്യം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഇതിനെയും നമുക്ക് ഒരു കണ്ടീഷണൽ സെന്റൻസ് ആയിട്ട് കണക്കാക്കാം. ഇത് ടൈപ്പ് 3 ആയിട്ട് തന്നെ കണക്കാക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹാഡ് ഹി ബീൻ ഇനോക്യുലേറ്റഡ്, അവൻ ഇനോക്യുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഹാഡ് V3. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരും? ഇത് പാസീവ് വോയിസിലുള്ളതാണ്. The effect of the disease would have been milder on him. Would have been milder on him. പാസീവ് വോയിസ് ആയതുകൊണ്ടാണ് ബീൻ വന്നത്. ഓക്കെ, would have been milder on him. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ് നോക്കിയാലോ. When Raju reached the hall, the meeting dash already dash. When Raju reached the hall, രാജു ഹാളിൽ എത്തിയപ്പോഴേക്കും ഓൾറെഡി മീറ്റിംഗ് എന്തായിരുന്നു? ഓൾറെഡി അതിനു മുൻപേ തന്നെ ആരംഭിച്ചിരുന്നു. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? രാജു ഹാളിൽ എത്തിയപ്പോഴേക്കും മീറ്റിംഗ് എന്ത് ചെയ്തിരുന്നു? അതിനു മുൻപേ തന്നെ ആരംഭിച്ചിരുന്നു. സോ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരെണ്ണം മീറ്റിംഗ് ആരംഭിച്ചു എന്നും രാജു ഹാളിൽ എത്തി എന്നുള്ളതും. സെന്റൻസിന്റെ മീനിങ് വെച്ച് നോക്കുമ്പോഴേ നമുക്കറിയാം ഇവിടെ ആദ്യം സംഭവിച്ച കാര്യം മീറ്റിംഗ് തുടങ്ങി എന്നാണ്. അതിനുശേഷമാണ് രാജു എന്ത് ചെയ്തത്? ഹാളിൽ എത്തിയത്. ഇങ്ങനെ ഒരെണ്ണം സംഭവിച്ചതിന് ശേഷം അടുത്തത് സംഭവിച്ചു. ആ രീതിയിലുള്ള 2 പാസ്റ്റ് കാര്യങ്ങളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറയുമ്പോൾ ഇതിൽ ആദ്യം നടന്ന കാര്യം ഏതാണോ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാർഡ് V3 എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കൊടുക്കുന്നു. രണ്ടാമത് നടന്ന കാര്യമാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ V2 ആണ് കൊടുക്കുന്നത്. സോ ഇവിടെ രണ്ടാമത് നടന്ന കാര്യമാണ് രാജു ഹാളിൽ എത്തി എന്നുള്ളത്. അതിന് ഓൾറെഡി നമ്മൾ ആരെ കൊടുത്തിട്ടുണ്ട്? V2വിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് മുൻപേ നടന്ന കാര്യമായ മീറ്റിംഗ് തുടങ്ങി എന്നുള്ളതിന് ഹാർഡ് V3 കൊടുക്കണം. അങ്ങനെ ഹാർഡ് V3 കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ നമുക്ക് ഏത് വരും? തേർഡ് ഓപ്ഷൻ വരും. When Raju reached the hall,
The meeting had already begun. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Let us have a cup of tea. എന്തായിരുന്നു? Let us have a cup of tea. കാണുമ്പോഴേ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നറിയാം അല്ലേ? സോ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെറ്റസ് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ ടാഗിന്റെ നോക്കുന്നത് പോലെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിൽ ഓക്സിലറി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. തന്നിരിക്കുന്ന സെന്റൻസ് ലെറ്റ്സിലോ ലെറ്റസിലോ ആരംഭിച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എല്ലായ്പ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ആരെയാണ്? ഷാൾ വി എന്നായിരിക്കണം. അപ്പം ലെറ്റസിൽ ആരംഭിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആരായിരിക്കും? ഷാൾ വി എന്നായിരിക്കും. ഓക്കെ, അടുത്തത് നോക്കിയാലോ? He replied that he will come, which is the incorrect word in the sentence. ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ? He replied that he will come. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഭാഗം തെറ്റാണ്. അതേതാണ്? ഹി എന്നുള്ളതാണോ, റിപ്ലൈഡ് എന്നുള്ളതാണോ, കം എന്നാണോ, അതോ വില്ലാണോ? ഏതാണ്? അവിടെ ഹി റിപ്ലൈഡിന് ശേഷം ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള ഒരു സെന്റൻസ് ആണ്. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെന്റൻസ് ആണ്. അങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെന്റൻസിൽ ഒരിക്കലും ആര് വരില്ല? വില്ല് വരില്ല. കാരണം വില്ല് ചേർന്ന് വരുന്ന ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ ആ വില്ല് എപ്പോഴും ആരായിട്ട് മാറണം? വില്ല് വുഡായിട്ട് മാത്രമേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുവുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഏതാണ്? വില്ലാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കിയാലോ? ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്സ്. എന്താണ്? ഹി ഡൈഡ് ഹിസ് ഓൺ ഹാൻഡ്സ്. അവൻ അവന്റെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടു. ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഇത് PSCക്ക് വന്നിട്ടുള്ളതാണ്. സ്വന്തം കൈകൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ നമ്മൾ ഡൈയുടെ കൂടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ബൈ എന്നുള്ളതാണ്. ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. ഓഫ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? ഡൈയുടെ കൂടെ നമ്മൾ ഒരു അസുഖം മൂലം മരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അവിടെ ഓഫ് കൊടുക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ഫ്രം കൊടുക്കുന്നത്? ഫ്രം കൊടുക്കുന്നത് ഒരു കാരണം മൂലം മരിക്കുമ്പോൾ, ഓവർ ഈറ്റിംഗ്, ഓവർ ഡ്രിങ്കിങ്, ഹാർഡ് വർക്ക് അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ആണ് നമ്മൾ ഡൈയുടെ കൂടെ ഫ്രം കൊടുക്കുന്നത്. വിത്ത് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. നമ്മൾ ഒരാളുടെ കൂടെ മരിക്കുമ്പോൾ ഡൈ വിത്ത് ഹിം, അവന്റെ കൂടെ മരിച്ചു, അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ വിത്ത് കൊടുക്കുന്നത്. ബൈ കൊടുക്കുന്നത് സ്വയം മരിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബൈ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഡൽഹി ഡാഷ് 1995. He has been living in Delhi dash 1995. Has been living എന്ന് കാണുമ്പോഴേ നമുക്കറിയാം പാസ്റ്റിൽ ആരംഭിച്ചിട്ട് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് 1995 മുതൽ അവൻ ഡൽഹിയിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നമ്മൾ 1995 എന്നുള്ള ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോയിന്റ് ഓഫ് ടൈം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിന്റെ മുൻപിൽ ഉപയോഗിക്കേണ്ടത് സിൻസ് എന്നുള്ള പ്രിപ്പോസിഷൻ ആണ്. അതേസമയത്ത് ഇവിടെ 1995 പകരം 10 years എന്നോ 5 years എന്നോ ഒക്കെയുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ആയിരുന്നെങ്കിൽ അവിടെ നമുക്ക് ആരെ ഉപയോഗിക്കാം? അവിടെ നമുക്ക് ഫോറിനെ ഉപയോഗിക്കാം. ഇവിടെ പോയിന്റ് ഓഫ് ടൈം പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എപ്പോഴും ആരെ കൊടുക്കണം? അതിന്റെ മുൻപിൽ നമ്മൾ സിൻസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നുള്ളൂ. പക്ഷെ കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ നിന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നുകൂടെ കാണുക, മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക, കമന്റ് ഇടുക. സോ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണണം. സോ അടുത്ത ഇതിലും പ്രയോജനപ്രദമായ ഒരു വീഡിയോയുമായിട്ട്, ഇതേപോലെ തന്നെയുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു ഓൾ.